നമസ്കാരം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരാശയം വെറും ആശയമായി കൊണ്ട് നടക്കാതെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ, പ്രകടന പത്രികയിൽ വാഗ്ദാനമായി തന്നെ ഭാരതത്തിന് മുന്നിലേക്ക് വെച്ച രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ വളരെയധികം സങ്കീർണമായ പ്രക്രിയകളിലൂടെ കടന്നു പോകണം. രാജ്യസഭയിലും ലോക്സഭയിലും അംഗീകാരം വേണം, 2/3 ഭൂരിപക്ഷം വേണം, 2/3 സംസ്ഥാനങ്ങളുടെ അംഗീകാരങ്ങൾ വേണം. അത്തരത്തിലുള്ള നിരവധി കടമ്പകൾ ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയെടുക്കുമ്പോൾ ഒരു സർക്കാരിന് നേരിടേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഭരണഘടനയുടെ 83, 172 അനുച്ഛേദങ്ങൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിലൊരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം നടപ്പാക്കുവാനായി ഒരുപക്ഷെ തങ്ങൾക്ക് വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് മറ്റാരെക്കാളും BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ശത്രുക്കൾ വല്ലാത്ത അങ്കലാപ്പിലാണ്. കാരണം BJPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ എതിർക്കും തോറും അവർ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ശത്രുക്കൾക്ക് മുൻപിലേക്ക് തങ്ങളെ എതിർക്കുവാനുള്ള വലിയൊരു സാഹചര്യം അല്ലെങ്കിൽ വലിയൊരു സംഭവം എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണോ BJP എന്ന് സംശയിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ വളർന്നു വികസിക്കുകയാണ്. മറ്റൊന്നുമല്ല, BJPക്ക് ഭരണമുള്ള 22 സംസ്ഥാനങ്ങളിൽ സർക്കാരുകളെല്ലാം ഒരു പ്രത്യേക കാലഘട്ടമാകുമ്പോൾ രാജിവെച്ച് ഒരേ സമയം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും നടത്തുക. അതിലൂടെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഭൂരിപക്ഷം BJP തിരിച്ചു പിടിക്കും. ഇങ്ങനെയാണ് BJP പദ്ധതി ഇടുന്നതെന്ന് പറയുന്ന മറ്റാരുമല്ല, മാധ്യമങ്ങളാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ഇനി BJP അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്ന ഈ ഒരു ആശയം ചിന്തിക്കേണ്ട ഒരു ആശയം തന്നെയാണ്. കാരണം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ആശയം വരുമ്പോൾ സാധാരണക്കാർ ജനങ്ങൾ ഒരു 6 മാസത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് ബൂത്തിന് മുൻപിൽ പോയി ക്യൂ നിൽക്കുക എന്നുള്ളൊരു പ്രതിഭാസം, ഒരു പ്രക്രിയ യാന്ത്രികമായി ചെയ്യുന്നു എന്നുള്ളത് മാറി രാഷ്ട്രീയ ബോധത്തോടുകൂടി അവരൊരു പക്ഷേ തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തുവാൻ ഇത്തരത്തിലുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പോലുള്ള പദ്ധതികൾ സഹായിച്ചേക്കും. ഇനി ചിലവ്, കേന്ദ്ര സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഉണ്ടാകുന്ന ചിലവുകൾ രാജ്യത്ത് എപ്പോഴും ഏതെങ്കിലും ഒരു പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് അവസ്ഥ. അത്തരം സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടാകുന്ന ഭീമമായ ചിലവ് അത് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കാം. അത്തരത്തിലുള്ള ചിലവുകൾ വലിയ തോതിൽ കുറയ്ക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിന്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും പ്രതിപക്ഷം തൽക്കാലത്തേക്ക് ഇത്തരത്തിലൊരു ആശയത്തോട് പ്രതികരിച്ചിട്ടില്ല. കാരണം ഔദ്യോഗികമായി BJPയുടെ ഭാഗത്ത് നിന്നൊരു സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അവർ ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ട് BJPയുടെ ഔദ്യോഗിക വക്താക്കളെ. കാരണം BJPയുടെ ഔദ്യോഗിക വക്താക്കളെ ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഇതിനുള്ള സ്ഥിരീകരണം ലഭിക്കുവാനല്ല. കാരണം ഔദ്യോഗികമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല എന്ന് അവരുടെ വാക്കുകളിലൂടെ തന്നെ പ്രേക്ഷകരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം അമിത്ഷായോ മോദിയോ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനോ ആരും ഇത്തരത്തിലൊരു വാർത്ത അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോലും പുറത്തുവിട്ടിട്ടില്ല. ഇത് ഊഹാപോഹങ്ങളാണ്. കാരണം BJPയുടെ ചില ചടുല നീക്കങ്ങൾ കാണുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പകച്ചു നിൽക്കുന്നു. ഒപ്പം ആ പകച്ചു നിൽപ്പിനോടൊപ്പം തന്നെ അവരുടെ ഭാവനകൾ ചിറക് വിരിച്ച് ആകാശത്ത് പാറിപ്പറക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇത്തരത്തിലുള്ള മാപ്രാവിലാപം. ഇനി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം BJP നടപ്പാക്കുക തന്നെ ചെയ്യും. അത് എപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് BJP തീരുമാനിക്കും, മാധ്യമങ്ങളല്ല. എന്തായാലും ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരുങ്ങി വരികയാണ്. ഏറെ താമസിയാതെ തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം നീങ്ങുകയും ചെയ്യും. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കാത്തിരുന്ന
വസ്ത്രങ്ങൾ